ഹായ് ഡിയേഴ്സ്, അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഫയ്യക്കുട്ടിയും പാതുട്ടിയൊക്കെ മദ്രസയിൽ പോയിട്ടുണ്ട്. ഫയ്യാക്കുന്ന ചെറിയൊരു മടിയൊക്കെ ഉണ്ട്, എന്നാലും അവൾ റെഡിയായി കിട്ടിയാൽ പോയിക്കോളൂ കേട്ടോ. അങ്ങനെ അവരൊക്കെ പോയി. ഇനി ചായയും കടിയൊക്കെ ഉണ്ടാക്കണം. അതുപോലെ തലേദിവസം മീൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചെമ്മീനാണ് കേട്ടോ. പിന്നെ കൂന്തലുണ്ടായിരുന്നു, അതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ചെമ്മീനൊന്നെടുത്ത് ഐസ് വിടാൻ വേണ്ടിയിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ദോശയും മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ദോശക്കൊക്കെ ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോഴേക്കും കറി ഉണ്ടാക്കണം, അതുപോലെ മുട്ടൊക്കെ ഒന്ന് പുഴുങ്ങാനും വെക്കണം. ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ 3 മുട്ട കറക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരെണ്ണം ദോശയ്ക്ക് കൊടുത്തു, 2 പുഴുങ്ങാനും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനി പകുതിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനാവുകയും ചെയ്തോളൂ. ഇന്ന് പാതുവിന് നല്ല സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇന്ന് അവന് ട്യൂഷനിൽ സെൻഡ് ഓഫാണ്. ക്ലാസ്സൊന്നും കഴിഞ്ഞിട്ടില്ല, എന്നാലും അവർ സെൻഡ് ഓഫ് പോലെ നടത്തുന്നുണ്ട്. പിന്നെ നാളെ തൊട്ടിട്ട് മദ്രസയിൽ എക്സാം തുടങ്ങുകയാണ്. ആ ഒരു ഇതൊന്നുമില്ല, പക്ഷേ സെൻഡ് ഓഫിൻ്റെ ഒക്കെ ഭയങ്കര സന്തോഷമാണ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒന്ന് ഫുഡ് കഴിക്കുക, അതുപോലെ തന്നെ കുറച്ച് കളികൾ, അതിന് വാട്ടർ ബലൂണൊക്കെ വാങ്ങിച്ചിട്ടാണ് പോവുകയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും എന്തായാലും കുറച്ച് കാശ് കൊടുക്കാൻ വേണ്ടി വരും. അപ്പോൾ അതേ വർത്തമാനത്തിൻ്റെ ഇടയിൽ കറിക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കട്ടെ. ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, മുട്ടയും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ദോശയും മുട്ടക്കറിയും കണ്ടു കഴിഞ്ഞാൽ സ്കൂളിലേക്ക് അത് തന്നെ വേണമെന്ന് പറയും കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും കോഴിമുട്ട വാങ്ങിച്ചത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് സ്കൂളിലേക്കൊന്നും കൊടുത്തയക്കാനില്ല, കഴിക്കാൻ തന്നെ ഉള്ളൂ കേട്ടോ. മുട്ട പുഴുങ്ങൽ കഴിയുമ്പോഴേക്കും സബോളൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ കറി പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാം കേട്ടോ. വെയിലൊക്കെ ഉദിച്ചിട്ടുണ്ട്, അതന്നെ എൻ്റെ മുഖത്ത് കാണാണ്ടാവും. വെയിലിങ്ങനെ ജനലിൽ കൂടെ വന്നിട്ട്, അതുകൊണ്ട് തന്നെ ജനലൊന്നും തുറന്നിട്ടില്ല കേട്ടോ. നല്ലപോലെ വെയിലുണ്ട്, അല്ലെങ്കിൽ നല്ല മഞ്ഞാവാറുണ്ട്. ഇന്നിപ്പോൾ മഞ്ഞ് മാറി ഇപ്പോൾ വെയിലാണ്. അപ്പോൾ വെയിലായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. തണുവ് മാറിയിട്ട് പെട്ടെന്ന് ചൂടാകുമ്പോഴും ശരീരം ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും കേട്ടോ. മുട്ടക്കറിക്കുള്ള സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ഒക്കെ കൂടി ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് ഉപ്പ് ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് വേഗം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ സബോള പെട്ടെന്ന് വഴന്ന് കിട്ടുമല്ലോ. എന്നിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. രാവിലെ പിന്നെ ചായ വെച്ച കൂട്ടത്തിൽ തന്നെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം, എന്നാലാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോഴേക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചൂടാറുള്ളൂ. അത് മറന്നു പോയിട്ടുണ്ടായിരുന്നു, ഞാൻ മൂടി തന്നെ വെച്ചേക്കായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഫാനിൻ്റെ ചോട്ടി കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദോശ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കറിയുടെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പണിയൊക്കെ ഒതുങ്ങി കിട്ടും കേട്ടോ. പിന്നെ അടുക്കള ഒന്ന് ക്ലീൻ ആക്കുക, അങ്ങനത്തെ ഉള്ളൂ. അത് പിന്നെ ചെയ്യാൻ നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവർ സ്കൂളിൽ പോലും ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അതിനൊക്കെ നിന്നുണ്ടായിരുന്നത്. മദ്രസ വിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം തല്ലൂടാൻ നിൽക്കും കേട്ടോ. അപ്പോൾ ഫയ്യാനോട് ഞാനിങ്ങനെ മദ്രസയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ പാതുവാണ് കമൻറ്റ് പറയണം. അപ്പോൾ അത് അവൾക്ക് പറ്റില്ല. അപ്പോൾ അവൻ പറയുന്നുണ്ട് കേട്ടവർക്ക് പറയാമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ഫയ്യാക്ക് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞ് തല്ല് തീർക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഞാനവിടെ ഇരിക്കുന്നുണ്ടാവുക. നമ്മളില്ലെങ്കിൽ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടി ഫയ്യ കരഞ്ഞ്. അപ്പോൾ അത് പിന്നെ വേഗം മുകളിൽ കയറി പോകട്ടോ. അവൻ പിന്നെ അപ്പോൾ നമ്മൾ അടിക്കാൻ വേണ്ടിയിട്ട് ചെല്ലൂലല്ലോ. ഇവിടെ എൻ്റെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ, ചട്ടിയിൽ കഴിക്കുക എന്നുള്ളത്. കറി വെച്ച് ചട്ടി എടുത്തിട്ട് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനിവിടെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടാറുണ്ട്. അപ്പോൾ അത് പതുക്കെ അത് നോക്കിയിട്ട് എന്നോട് ചെവി വന്ന് ചോദിക്കും കേട്ടോ. പിന്നെ നമ്മളിവിടെ അങ്ങനെ കറി സെപ്പറേറ്റ് ഒരു പാത്രത്തേക്ക് ആക്കിയിട്ടൊന്നും കൊണ്ടുവരാറില്ല. വരുന്നേരം അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ കറി വെച്ച പാത്രം അങ്ങനെ കൊടുന്ന് ഒരുമിച്ച് അങ്ങനെ കഴിക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞ് അവർ രണ്ടാളും ഇറങ്ങിയിട്ടുണ്ട് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നും സൈക്കിള് കൊണ്ടുപോകണില്ല. 2 സൈക്കിളിൻ്റെ സ്റ്റാൻഡ് കേടായിട്ടുണ്ട്, അതാണ് ഇങ്ങനെ നിലത്ത് ഇങ്ങനെ ഇട്ടേക്കണത്. ഇനി ഒരു സൈക്കിൾ എന്തായാലും ഇൻഷാല്ലാ വാങ്ങിക്കണം. ഇപ്പോൾ എന്തായാലും സ്കൂളിൽ പൂട്ടാൻ പോവുകയല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ബൈ ബൈ.